ഹൈദരാബാദ് ആസ്ഥാനമാക്കിയുള്ള HF സിഗ്നൽസിൻ്റെ ബിറ്റെക്സ് 40ക്ക് ശേഷം ഇൻകിഡ്സ് കമ്പനി ഇറക്കിയിരിക്കുന്ന ഈസി ബിറ്റെക്സ് ആണിത്. ലക്നൗ ആസ്ഥാനമാക്കിയ അമേച്ചർ റേഡിയോ കിഡ്സ് എന്നൊരു കമ്പനിയാണ് ഇത് പുറത്തിറക്കുന്നത്. ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ ഫുൾ കിറ്റായിട്ടാണ് കിട്ടുന്നത്. ഇതിൻ്റെ നോബ്, നട്ട് ബോൾട്ട് എല്ലാം സഹിതം കിട്ടും. അതുകൊണ്ട് അസംബിൾ ചെയ്യുവാൻ വളരെ എളുപ്പമാണ്. അസംബിൾ ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഒരു ഈസി ബിറ്റെക്സ് അസംബിളിന് ശേഷം ഇതുപോലെ ഇരിക്കും. ഇനി എന്തെല്ലാം സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നതെന്നും ഇതെങ്ങനെ അസംബിൾ ചെയ്യുന്നു എന്നും നോക്കാം. ഈസി ബിറ്റെക്സ് 40, ബിറ്റെക്സ് 4020 ഡ്യുവൽ ബാൻഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈസി ബിറ്റെക്സ് മോണോ ബാൻഡ് 20 മീറ്റർ, 40 മീറ്റർ എന്നിവയും ഈസി ബിറ്റെക്സ് ഡ്യുവൽ ബാൻഡ് 4020 ഒരുമിച്ച് ഉള്ളത് കിട്ടും. രണ്ടിനും ഉപയോഗിക്കുന്ന ഫ്രണ്ട് പാനൽ ഇതുപോലെ ഇരിക്കും. ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഈ DDS VFO. ഈ DDS VFOയിൽ ഓൾറെഡി പ്രോഗ്രാമഡ് ആയിരിക്കും. DDS VFO ക്യാബിനിൽ ഇതുപോലെ കണക്ട് ചെയ്യുക, റോട്ടറി എൻകോഡർ കണക്ട് ചെയ്യുക. ഇതിലൊരു പ്രോഗ്രാമുണ്ട്. ഇതിൽ കിട്ടുന്ന പ്രോഗ്രാം ഉപയോഗിച്ച് ഈസി ബിറ്റെക്സ് ശരിയാക്കിയെടുക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. അതിനായി പ്രോഗ്രാം മാറ്റി ചെയ്തിരിക്കുന്നു. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആർഡിനോ നാനോയിലേക്ക് മറ്റൊരു പ്രോഗ്രാമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും 2 ക്ലോക്ക് ഔട്ട്പുട്ട് ആവശ്യമാണ്. ഒരു ബീറ്റ് ഫ്രീക്വൻസി ഔട്ട്പുട്ട്, ഒരു വേരിയബിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ട്. അതെങ്ങനെ കണക്ട് ചെയ്യുന്നു എന്ന് മറ്റുള്ള വീഡിയോയിൽ കാണാം. 40 മീറ്റർ ഈസി ബിറ്റെക്സ് റേഡിയോ ട്രാൻസ്സീവറിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം ആണിത്. ഇതിൻ്റെ അസംബ്ലിംഗ് 15 സ്റ്റെപ്പിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സപ്ലൈ സ്വിച്ചിങ് ആണ്. RXഉം TXഉം സ്വിച്ച് ചെയ്യുന്നതിനുള്ളതാണ്. കൂടാതെ റിലേയുടെ ഒരു ഭാഗം RX TX LED കണക്ട് ചെയ്യാനും ഉപയോഗിക്കുന്നു. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഓഡിയോ ആംപ്ലിഫയർ ആണ്. ഓഡിയോ ആംപ്ലിഫയറിന് ശേഷം ബാലൻസ്ഡ് മോഡുലേറ്റർ. ബാലൻസ്ഡ് മോഡുലേറ്ററിൽ ഒരേ വാല്യൂ ഉള്ള 2 ഡയോഡാണ് ഉപയോഗിക്കുന്നത്. D4, D5 എന്ന് പറയുന്ന 2 ഡയോഡ് ചേർന്ന ഒരു പാക്കേജാണ് BAT54. BAT54ന് പകരമായി മാച്ച് ചെയ്തെടുത്ത 2 4148 ഡയോഡ് ഉപയോഗിക്കാവുന്നതാണ്. സ്റ്റെപ്പ് 4 IF ആംപ്ലിഫയർ. സ്റ്റെപ്പ് 5 ലാഡർ ഫിൽറ്റർ. ഈ ലാഡർ ഫിൽറ്ററിൽ ഉപയോഗിക്കുന്ന ക്രിസ്റ്റൽ 10 MHz അല്ലെങ്കിൽ 12 MHz ഉപയോഗിക്കാം. ലാഡർ ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസിയാണ് IF ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ആദ്യമേ IF ഫ്രീക്വൻസി നിശ്ചയിക്കുക. IF ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് ബീറ്റ് ഫ്രീക്വൻസി ഓസിലേറ്ററിൻ്റെ വാല്യൂവും വേരിയബിൾ ഫ്രീക്വൻസി ഓസിലേറ്ററിൻ്റെ വാല്യൂവും നിശ്ചയിക്കുക. സ്റ്റെപ്പ് 6 പോസ്റ്റ് മിക്സർ ആംപ്ലിഫയർ. സ്റ്റെപ്പ് 7 VFO മിക്സറാണ്. അതിനെ DRM ഡയോഡ് റിംഗ് മിക്സർ എന്നും പറയും. ഡയോഡ് റിംഗ് മിക്സറിൽ ഉപയോഗിച്ചിരിക്കുന്ന 4 ഡയോഡ് മാച്ച്ഡ് ഡയോഡ് ആയിരിക്കണം. ഈ 4ൻ്റെയും ഫോർവേഡ് വോൾട്ടേജ് ഒരേപോലെ ആയിരിക്കണം. അതല്ല എങ്കിൽ BAT54 2 ഉപയോഗിക്കാം. ഡയോഡ് റിംഗ് മിക്സറിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡയോഡുകൾ ഫുൾ വേവ് റെക്ടിഫയർ പോലെ അല്ല ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവ കാസ്കേഡിംഗ് സ്റ്റേറ്റിലാണുള്ളത്. സ്റ്റെപ്പ് 8 ആണ് പ്രീ മിക്സർ ആംപ്ലിഫയർ. റേഡിയോ വർക്കിംഗ് ടെസ്റ്റ് ചെയ്യുന്നതിന് സ്റ്റെപ്പ് 1 മുതൽ സ്റ്റെപ്പ് 8 വരെയുള്ള മാത്രം അസംബിൾ ചെയ്താൽ മതിയാവും. സ്റ്റെപ്പ് 9 ബാൻഡ് പാസ് ഫിൽറ്ററാണ്. 7 to 7.2 MHz ബാൻഡ് പാസ് ഫിൽറ്റർ ഉപയോഗിച്ചാൽ അത് 40 മീറ്ററിൽ വർക്ക് ചെയ്യും. 14 മുതൽ 14.25 MHz വരെയുള്ള ബാൻഡ് പാസ് ഫിൽറ്റർ വയ്ക്കുകയാണെങ്കിൽ അത് 20 മീറ്ററിൽ വർക്ക് ചെയ്യും. ഈ ബാൻഡ് പാസ് ഫിൽറ്റർ മാറ്റുന്നതനുസരിച്ച് ഈ റേഡിയോ ഏത് ബാൻഡിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. RX TX സമയത്ത് ആൻറ്റിന സ്വിച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു റിലേയാണ് റിലേ 1. സ്റ്റെപ്പ് 10 മുതൽ സ്റ്റെപ്പ് 15 വരെയുള്ളവ TX മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1 മുതൽ സ്റ്റെപ്പ് 8 വരെയുള്ളവ RX TX എന്നിവയ്ക്ക് കോമൺ ആണ്. IF ഫ്രീക്വൻസി ആദ്യം നിശ്ചയിക്കുക. IF ഫ്രീക്വൻസി അനുസരിച്ചാണ് വേരിയബിൾ ഫ്രീക്വൻസിയും ബീറ്റ് ഫ്രീക്വൻസിയും നിശ്ചയിക്കുന്നത്. IF ഫ്രീക്വൻസി അഥവാ ക്രിസ്റ്റൽ ഫ്രീക്വൻസി എത്രയാണോ അതേ ഫ്രീക്വൻസി തന്നെയായിരിക്കും ബീറ്റ് ഫ്രീക്വൻസി. 12 MHz ക്രിസ്റ്റലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ കാരിയർ ഫ്രീക്വൻസിയും 12 MHz ആയിരിക്കും.
ഇവിടെ ആൻറ്റിനയിൽ നിന്നും വരുന്നത് 7 മെഗാഹെർട്സ് സിഗ്നലാണ്. ക്രിസ്റ്റൽ ലാഡർ ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി 12 മെഗാഹെർട്സ് ആണ്. അതുകൊണ്ട് വേരിയബിൾ ഫ്രീക്വൻസി 12-7 മെഗാഹെർട്സ് അഥവാ 5 മെഗാഹെർട്സ് ആയിരിക്കണം വേരിയബിൾ ഫ്രീക്വൻസിയുടെ വാല്യൂ. ആൻറ്റിനയിൽ നിന്ന് വരുന്ന 7 മെഗാഹെർട്സും വേരിയബിൾ ഫ്രീക്വൻസിയുടെ 5 മെഗാഹെർട്സും കൂടി ഡയോഡ് റിംഗ് മിക്സറിൽ മിക്സ് ചെയ്ത് പോസ്റ്റ് മിക്സർ ആംപ്ലിഫയറിൽ എത്തുന്നു. അവിടെ നിന്നും എത്തുന്ന സിഗ്നൽ ക്രിസ്റ്റൽ ലാഡർ ഫിൽറ്റർ വഴി കടന്നു വരുമ്പോൾ അത് SSB ആയി മാറുന്നു. ഇവിടെ കിട്ടുന്ന 12 മെഗാഹെർട്സ് സിഗ്നലിനെ IF ആംപ്ലിഫയർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്തു. ഇവിടെ ബാലൻസ്ഡ് മോഡുലേറ്ററിൽ നിന്നും ഓഡിയോ മാത്രം വേർതിരിച്ചെടുത്ത് ഓഡിയോ ആംപ്ലിഫയറിലേക്ക് കൊടുത്ത് സ്പീക്കറിലൂടെ നാം റേഡിയോ സ്റ്റേഷൻ കേൾക്കുന്നു. ബീറ്റ് ഫ്രീക്വൻസി ഓസിലേറ്ററിൻ്റെ വാല്യൂ ക്രിസ്റ്റൽ ലാഡർ ഫിൽറ്ററിൻ്റെ വാല്യൂവിന് അടുത്തതായിരിക്കണം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിൻ്റെ പ്രവർത്തനം പൂർത്തിയായി. ഇൻകിറ്റ്സിൽ നിന്നും കിറ്റ് വാങ്ങുന്ന എല്ലാവർക്കും ഇതിൻ്റെ PDF സഹിതം കൊടുക്കുന്നുണ്ട്. അസംബ്ലിംഗ് എല്ലാം പൂർത്തിയായതിനു ശേഷം ഓരോ ട്രാൻസിസ്റ്ററിലെയും വോൾട്ടേജ് പ്രത്യേകം ചെക്ക് ചെയ്യുക. ഇവിടെ സ്റ്റെപ്പ് 8 ഉപയോഗിച്ചിരിക്കുന്ന Q7 ട്രാൻസിസ്റ്റർ BF494 ആണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അസംബ്ലിംഗ് പൂർത്തിയാക്കിയതിനു ശേഷം 12 വോൾട്ട് സപ്ലൈ റേഡിയോയിൽ കൊടുക്കുക. അതിനുശേഷം Q1 മുതൽ Q9 വരെയുള്ള ട്രാൻസിസ്റ്ററിൻ്റെ വോൾട്ടേജുകൾ ഈ തന്നിരിക്കുന്ന ചാർട്ട് പ്രകാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. എവിടെയെങ്കിലും വോൾട്ടേജ് മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് Q7 എന്ന ട്രാൻസിസ്റ്റർ BF494 ആണ്. അതിൻ്റെ പിൻ കണക്ഷനും ഡിഫറൻ്റ് ആണ്. ട്രാൻസിസ്റ്ററിലെ വോൾട്ടേജുകളെല്ലാം കറക്റ്റായി കിട്ടിയെങ്കിൽ റേഡിയോ വർക്ക് ചെയ്യേണ്ടതാണ്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയെന്ന് നോക്കാം. മോണോ ബാൻഡ് EC ബിറ്റക്സിൻ്റെ സ്റ്റെപ്പ് 1 മുതൽ സ്റ്റെപ്പ് 8 വരെയുള്ള ഭാഗം കോമൺ ആണ്. ഇതാണ് EC ബിറ്റക്സ് 2 ബാൻഡ് SSB ട്രാൻസ്സീവർ. അതിൽ അഡീഷണലായി 2 ബാൻഡ് പാസ് ഫിൽറ്റർ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൂടാതെ 2 ലോ പാസ് ഫിൽറ്ററുമുണ്ട്. ഓഡിയോ ആംപ്ലിഫയർ DDS VFOയുടെ സെയിം PCBയിലാണ് ഉള്ളത്. ഇത് മാത്രമാണ് EC ബിറ്റക്സ് 40 മീറ്റർ EC ബിറ്റക്സ് 2 ബാൻഡ് റേഡിയോ തമ്മിലുള്ള വ്യത്യാസം. ഇൻകിറ്റ്സിൽ നിന്നും വാങ്ങുന്ന എല്ലാ കിറ്റുകളുടെ കൂടെയും അതിൻ്റെ ബിൽഡിംഗ് ഡീറ്റെയിൽസ്, വോൾട്ടേജ് ഡീറ്റെയിൽസ്, സ്കീമാറ്റിക് ഡയഗ്രം എന്നിവയെല്ലാം അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. അസംബ്ലിംഗ് പൂർത്തിയായ EC ബിറ്റക്സിൻ്റെ ഒരു ബോർഡാണിത്. അസംബിൾ ചെയ്യുന്ന രീതിയൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇത് 15 സ്റ്റെപ്പായിട്ടാണ് അസംബ്ലിംഗ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ 15 സ്റ്റെപ്പ് വരെയുള്ള വിവിധ ഘട്ടങ്ങളും ടെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് എളുപ്പമായിരിക്കും. EC ബിറ്റക്സിൻ്റെ ഈ ബോർഡ് അസംബ്ലിംഗ് എല്ലാം ചെയ്തതിന് ശേഷം പവർ സപ്ലൈ കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യേണ്ടതാണ്. വർക്ക് ചെയ്തില്ല എങ്കിൽ ട്രബിൾ ഷൂട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. ഇവിടെയാണ് 12 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കുന്നത്. ഇതാണ് EC ബിറ്റക്സിൻ്റെ ആംപ്ലിഫയർ. ഇവിടെ നിന്ന് സ്പീക്കർ ഔട്ട്പുട്ട് എടുക്കുന്നു. ഇതിനെ ബാലൻസ്ഡ് മോഡുലേറ്റർ അഥവാ പ്രോഡക്റ്റ് ഡിറ്റക്ടർ എന്ന് പറയുന്നു. ഇതാണ് ക്രിസ്റ്റൽ ലാഡർ ഫിൽറ്റർ. ആൻറ്റിനയിൽ നിന്നും വരുന്ന സിഗ്നലിനെ ഈ ബാൻഡ് പാസ് ഫിൽറ്റർ വഴി പ്രീ മിക്സർ ആംപ്ലിഫയർ വഴി കടത്തി ഇവിടെയുള്ള ഡയോഡ് റിംഗ് മിക്സറിലെത്തുന്നു. അവിടെ നിന്നും ഈ പോസ്റ്റ് മിക്സ് ആംപ്ലിഫയറിലെത്തുന്നു. അതിനുശേഷം ക്രിസ്റ്റൽ ലാഡർ ഫിൽറ്റർ വഴി ഫൈനൽ ആംപ്ലിഫയറിലെത്തുന്നു. ഇവിടെ നിന്നും വരുന്ന സിഗ്നലിനെ ഈ ബാലൻസ്ഡ് മോഡുലേറ്റർ അഥവാ പ്രോഡക്റ്റ് ഡിറ്റക്ടർ വഴി ആംപ്ലിഫയറോട്ട് കൊടുത്താണ് നമ്മൾ റേഡിയോ സ്റ്റേഷൻ കേൾക്കുന്നത്. ഇവിടെ നിന്നും ഒരു സിഗ്നൽ ഇൻജക്റ്റ് ചെയ്ത് ഇത് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ സിഗ്നൽ ഇൻജക്റ്റ് ചെയ്യുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ സ്പീക്കറിൽ നിന്നും പുറകോട്ട് സെർച്ച് ചെയ്ത് ആൻറ്റിന വരെ എത്തിക്കുക എന്നുള്ളതാണ്. അസംബ്ലിംഗ് എല്ലാം പൂർത്തിയായി. ഇവിടെയാണ് 12 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കുന്നത്. ആദ്യം തന്നെ വലിയ ആംബിയറുള്ള ഒരു പവർ സപ്ലൈ കൊടുക്കുന്നതിന് പകരമായി ചെറിയ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് സക്സസ് ആയാൽ മാത്രമേ വലിയ ആംബിയറുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യാവുള്ളൂ. ഇല്ല എങ്കിൽ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ആ ട്രാക്ക് കരിഞ്ഞു പോകും. ഇവിടെ ഞാൻ സപ്ലൈ കൊടുക്കുന്നത്
12 വോൾട്ട് ബാറ്ററിയിൽ നിന്നുമാണ്. 12 വോൾട്ട് ബാറ്ററിയിൽ നിന്നും ഇവിടെ വോൾട്ടേജ് ഇൻജക്റ്റ് ചെയ്യുന്നു. ഇവിടെ ഈ ബാറ്ററിയിൽ നിന്നും 12 വോൾട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നിന്നുമാണ് സ്പീക്കർ കണക്ട് ചെയ്യേണ്ടത്. പവർ സപ്ലൈ കൊടുത്തതിന് ശേഷം സ്പീക്കർ കണക്ട് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഓഡിയോ ആംപ്ലിഫയർ. ഈ പിന്നിൻ്റെ ഓരോ പിന്നിലും തൊട്ട് നോക്കുക. അപ്പോൾ ഇവിടെ ഒരു ഹിസിങ് സൗണ്ട് കേൾക്കാം. ഈ ആംപ്ലിഫയറിന് ഇത്ര മാത്രമേ സൗണ്ട് കേൾക്കുകയുള്ളൂ. ഇനി ഇവിടെ വോളിയം കൺട്രോൾ കണക്ട് ചെയ്യാം. ഈ ബോർഡിൻ്റെ ഫ്രണ്ട് പാനലിൽ നിന്നും വോളിയം കൺട്രോളിൻ്റെ കണക്ഷൻ ഇവിടെയാണ് കൊടുക്കുന്നത്. ഇവിടെ വോളിയം കൺട്രോൾ കൊടുത്തതിന് ശേഷം വോളിയം അഡ്ജസ്റ്റ് ചെയ്യുക. വോളിയം കൺട്രോൾ മാക്സിമം പോയിന്റിൽ വെച്ചതിന് ശേഷം ഇവിടെ പ്രോഡക്റ്റ് ഡിറ്റക്ടർ അഥവാ ബാലൻസ്ഡ് മോഡുലേറ്ററിൽ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തൊട്ട് നോക്കുക. അപ്പോൾ ഒരു ഹിസിങ് സൗണ്ട് കേൾക്കാം. ഈ ബൈഫൈലാർ വൈൻഡിങ്ങിലും ഹിസിങ് സൗണ്ട് കേൾക്കാവുന്നതാണ്. ഇവിടെ വരെ ഹിസിങ് സൗണ്ട് കേൾക്കുകയാണെങ്കിൽ ഇത്രയും ഭാഗം ഓക്കെ ആയി എന്നർത്ഥം. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടത് പാസ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഈ ട്രാൻസ്ഫോമറിലൂടെ സിഗ്നൽ പാസ് ചെയ്യണമെങ്കിൽ ഒരു AC വോൾട്ടേജ് അഥവാ ഒരു കാരിയർ സിഗ്നൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. EC ബിറ്റെക്സിൻ്റെ ക്രിസ്റ്റൽ ലാഡർ ഫിൽട്ടർ 10 MHz ആയിട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ കാരിയർ ഫ്രീക്വൻസിയും 10 MHz ആയിരിക്കണം. 10 MHz ഒരു സിഗ്നൽ കൊടുത്തു കഴിയുമ്പോൾ ഈ പ്രോഡക്റ്റ് ഡിറ്റക്ടർ അഥവാ ബാലൻസ് മോഡുലേറ്റർ വഴി ഈ ആംപ്ലിഫയറിൻ്റെ ഇവിടെ ഹിസിങ് സൗണ്ട് കേൾക്കുന്നതാണ്. ഇങ്ങനെ ടച്ച് ചെയ്താണ് നമ്മൾ റേഡിയോയുടെ വർക്കിംഗ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഒരു 10 MHz സിഗ്നൽ ഇൻജക്റ്റ് ചെയ്യാം. അതിനായി DDS VFO ഓൺ ചെയ്യുക. ഇപ്പോൾ DDS VFO ഓൺ ആയിട്ടുണ്ട്. DDS VFO ഓൺ ആക്കിയപ്പോൾ മുഴുവൻ ചതുരങ്ങൾ വന്നിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം ഡിസ്പ്ലേയുടെ കോൺട്രാസ്റ്റ് കൂടുതലാണ് എന്നുള്ളതാണ്. അത് കുറച്ച് വയ്ക്കുക. ഡിസ്പ്ലേയുടെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ റീഡിങ് കാണുന്നതാണ്. റോട്ടറി എൻകോഡർ തിരിക്കുമ്പോൾ ഇതിൻ്റെ റീഡിങ് മാറുന്നുണ്ട്. സ്റ്റെപ്പ് 1 MHz എത്തിച്ച് വയ്ക്കുക. ഇതിൻ്റെ ബീറ്റ് ഫ്രീക്വൻസി എടുക്കുവാനായി ഈ എൻകോഡർ ബട്ടൺ കുറച്ച് നേരം പ്രസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ബീറ്റ് ഫ്രീക്വൻസി 10 MHz 10,000 കഴിഞ്ഞ് ഒരു ഡോട്ട് കഴിഞ്ഞ് 2 KHz കാണുന്നതാണ്. അപ്പോൾ അതിനെ സേവ് ചെയ്യാനായി ഈ ബട്ടൺ വീണ്ടും ഞെക്കി പിടിക്കുക. അപ്പോൾ ഇതിൻ്റെ ബീറ്റ് ഫ്രീക്വൻസി ട്യൂൺഡ് ആയിട്ടുണ്ട്. ഈ DDS VFOയുടെ ഇത് ബീറ്റ് ഫ്രീക്വൻസിയായും ഇത് വേരിയബിൾ ഫ്രീക്വൻസിയായി ഉപയോഗിക്കുന്നു. മൂന്നാമത്തെ ക്ലോക്ക് ഔട്ട്പുട്ട് ഉപയോഗിക്കുന്നില്ല. ഇവിടെയും ഇതുപോലൊരു SMA കണക്ടറാണ് ഉണ്ടായിരുന്നത്. ആർഡിനോ പ്രോഗ്രാമിംഗ് കേബിൾ കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിനെ ഊരി മാറ്റിയതാണ്. ഇനി ബാലൻസ്ഡ് മോഡുലേറ്ററിൽ 10 MHz കാരിയർ ഫ്രീക്വൻസി ഇൻജക്റ്റ് ചെയ്യുക. കാരിയർ ഫ്രീക്വൻസി ഇൻജക്റ്റ് ചെയ്യുമ്പോൾ സ്പീക്കറിൻ്റെ വോളിയം വളരെ കൂടുതലായതുകൊണ്ട് ഒരു ഹമ്മിങ് സൗണ്ട് വന്നു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ഹമ്മിങ് ബീറ്റ് ഫ്രീക്വൻസി ഓസിലേറ്ററിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തതിന് ശേഷം അത് ഇവിടെ എത്തുന്നതാണ്. ഇവിടെ ബീറ്റ് ഫ്രീക്വൻസി ഇൻജക്റ്റ് ചെയ്താൽ ഈ ആംപ്ലിഫയറിൻ്റെ ബേസിൽ കളക്ടറിലും ബേസിലും ഇതുപോലെ ഹമ്മിങ് സൗണ്ട് കേൾക്കുന്നതാണ്. ആ ഹമ്മിങ് സൗണ്ട് ക്രിസ്റ്റൽ ലാഡർ ഫിൽറ്ററിൽ വരെ എത്തും. ക്രിസ്റ്റൽ ലാഡർ ഫിൽറ്റർ വഴി കടന്ന് ഈ ആംപ്ലിഫയർ വഴി ഓസിലേറ്റ് ചെയ്ത് ഇവിടം വരെ എത്തണം. EC ബിറ്റെക്സിൻ്റെ ഈ ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത് 12 MHz ക്രിസ്റ്റലാണ്. അതുകൊണ്ട് ഇവിടെ ഇൻജക്റ്റ് ചെയ്യുന്ന ബീറ്റ് ഫ്രീക്വൻസി ഓസിലേറ്ററിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ബീറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 12 MHz ആയിരിക്കണം. ക്രിസ്റ്റൽ ലാഡർ ഫിൽറ്റർ എത്രയാണ് ഉപയോഗിക്കുന്നത് അതേ ഫ്രീക്വൻസി ആയിരിക്കും ബീറ്റ് ഫ്രീക്വൻസി. ക്രിസ്റ്റൽ ലാഡർ ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസിയെ IF ഫ്രീക്വൻസി എന്നും പറയും.
ബീറ്റ് ഫ്രീക്വൻസി IF ഫ്രീക്വൻസിക്കാളും ചെറിയ വ്യത്യാസം ഉണ്ടാവും. അത് ട്യൂണിങ്ങിൻ്റെ സമയത്ത് കൂടുതൽ പറയാം. ഇവിടെ 12 മെഗാഹെർട്സിൻ്റെ ഒരു കാരിയർ സിഗ്നൽ ഇൻജെക്റ്റ് ചെയ്യുക. അതിനായി DDS VFOയിൽ നിന്നുമാണ് ബീറ്റ് ഫ്രീക്വൻസി ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ DDS VFOയുടെ ഈ ഔട്ട്പുട്ട് ബീറ്റ് ഫ്രീക്വൻസി ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ടായും ഇവയെ വേരിയബിൾ ഫ്രീക്വൻസി ഔട്ട്പുട്ടായും ഉപയോഗിക്കാം. DDS VFOയുടെ എൻകോഡർ ബട്ടൺ കുറച്ച് സമയം ഞെക്കി പിടിക്കുക. അപ്പോൾ അത് ബീറ്റ് ഫ്രീക്വൻസി വാല്യൂയിട്ട് പോകും. ഇത് 12 മെഗാഹെർട്സ് റേഞ്ചിലേക്ക് മാറ്റുക. ഇപ്പോൾ ഇതിൻ്റെ ബീറ്റ് ഫ്രീക്വൻസി ഓസിലേറ്ററിൻ്റെ വാല്യൂ 12 മെഗാഹെർട്സ് ആയിട്ടുണ്ട്. ഇതിനെ എൻകോഡർ ബട്ടൺ അഥവാ മെനു ബട്ടൺ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ VFO ട്യൂൺഡ് എന്ന് വരുന്നു. ഈ ബീറ്റ് ഫ്രീക്വൻസി ഔട്ട്പുട്ടിൻ്റെ വാല്യൂ ഇവിടെ ഇൻജെക്റ്റ് കൊടുക്കുക. 12 മെഗാഹെർട്സ് കാരിയർ സിഗ്നൽ ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ കേട്ടിരുന്ന ആ ഹമ്മിങ് സൗണ്ട് ഈ ആംപ്ലിഫയറിൻ്റെ കളക്ടറിലും ബേസിലും വളരെ ശക്തമായി കേൾക്കുവാൻ തുടങ്ങും. അതിനുശേഷം ലാഡർ ഫിൽറ്റർ വഴി കടന്ന് ഈ സെക്കൻഡ് സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ കളക്ടറിലും എത്തും. ആ ഒരു ഹിസിങ് സൗണ്ട് അഥവാ ഓസിലേഷൻ സൗണ്ട് ഡയോഡ് റിംഗ് മിക്സറിൻ്റെ ഇവിടെ വരെ എത്തും. ഇവിടെ കിട്ടുന്ന അത്രയും സ്ട്രോങ് ആയിരിക്കില്ല ഇവിടെ എത്തുമ്പോൾ. ഇനി ഇവിടെ 2 ട്രാൻസ്ഫോമറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മറ്റൊരു AC പൾസ് കൊടുത്താൽ മാത്രമേ ട്രാൻസ്ഫോമർ വഴി കടന്ന് ഇപ്പറ വഴി എത്തുള്ളൂ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ട്രാൻസിസ്റ്റർ BC494 ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി എല്ലാ ട്രാൻസിസ്റ്ററുകളും 3904 ആണ്. ഈ ഒരു ട്രാൻസിസ്റ്റർ മാത്രം BF494 ആണ്. BF494 ആണ് ഇവിടുത്തെ ട്രാൻസിസ്റ്റർ. ഇവിടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിലോ ബേസിലോ യാതൊരു ഹിസിങ് സൗണ്ടും കേൾക്കുന്നില്ല. ഇവിടെ അത് കേൾക്കണമെങ്കിൽ വേരിയബിൾ ഫ്രീക്വൻസി ഇവിടെ ഇൻജെക്റ്റ് ചെയ്യണം. ഇവിടെ വേരിയബിൾ ഫ്രീക്വൻസി ഓസിലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ഇൻജെക്റ്റ് കഴിയുമ്പോൾ സ്പീക്കറിൽ നിന്നും റേഡിയോ വർക്ക് ചെയ്യുന്ന പോലെയുള്ള നല്ലൊരു ഹിസിങ് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ കളക്ടറിൽ നോക്കുക. ഇതാണ് ആൻറ്റിന പോയിൻ്റ്. ഈ ആൻറ്റിന പോയിൻ്റ് വരെ സിഗ്നൽ എത്തിക്കഴിഞ്ഞു. ആംപ്ലിഫയറിന് ഓവർ ഗെയിനാണ്. അതുകൊണ്ട് വോളിയം കൺട്രോൾ കൂടുതൽ കൂട്ടുവാൻ പാടില്ല. ഇവിടെ ആൻറ്റിന കണക്റ്റീവ് ആണെങ്കിൽ ഇപ്പോൾ സിഗ്നൽ ലഭിക്കുന്നതാണ്. 1 മുതൽ 8 വരെയുള്ള സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം ബാൻഡ് പാസ് ഫിൽറ്റർ വൈൻഡ് ചെയ്ത് ഇതിനകത്ത് ഇൻജെക്റ്റ് ചെയ്യാം. ബാൻഡ് പാസ് ഫിൽറ്റർ കണക്ട് ചെയ്തതിന് ശേഷം ആൻറ്റിന ഇവിടേക്ക് മാറ്റിക്കൊടുത്ത് സിഗ്നലിൽ നമുക്ക് ഈ ബാൻഡ് പാസ് ഫിൽറ്റർ ട്യൂൺ ചെയ്ത് ലൗഡ് ആക്കി എടുക്കാം. റേഡിയോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ബാൻഡ് പാസ് ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല. ECBTEX 2040 ഡ്യുവൽ ബാൻഡിനായിട്ടുള്ള 2 സെറ്റ് ബാൻഡ് പാസ് ഫിൽറ്റർ ഉണ്ട്. 1 മുതൽ 8 വരെയുള്ള സ്റ്റെപ്പ് 1 ആണെന്ന് പറഞ്ഞല്ലോ. അതിനുശേഷം ഉപയോഗിക്കുന്ന റിലേ ഉപയോഗിച്ച് 20ക്കും 40ക്കും വേണ്ടി മാറി മാറി സ്വിച്ച് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ECBTEX മോണോ ബാൻഡ് 40 മീറ്റർ വർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് 2040 ഡ്യുവൽ ബാൻഡും വർക്ക് ചെയ്യുന്നത്. ട്രബിൾ ഷൂട്ടിങ്ങും സെയിം തന്നെ. ഇവിടെ കൊടുക്കുന്ന സപ്ലൈ 12 വോൾട്ട് ബാറ്ററിക്ക് പകരം 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ കണക്റ്റീവ് ആണെങ്കിൽ കുറച്ചുകൂടെ വലിയ ഹിസിങ് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഡയോഡ് റിംഗ് മിക്സറിൽ ഇതുപോലൊരു ഹിസിങ് സൗണ്ട് ആയിരിക്കും കേൾക്കുന്നത്. ബീറ്റ് ഫ്രീക്വൻസി ഓസിലേറ്റർ കൊടുത്തതിന് ശേഷം ക്രിസ്റ്റൽ വഴി കടന്നു വരുന്ന സിഗ്നലാണ് ഇവിടെ വരെ എത്തുന്നത്. വേരിയബിൾ ഫ്രീക്വൻസി കൂടി കണക്ട് ചെയ്താൽ മാത്രമേ ഈ ട്രാൻസ്ഫോമർ വഴി കടന്ന് ഇവിടെ എത്തിയുള്ളൂ. C44 എന്നുള്ളതാണ് നമ്മുടെ ആൻറ്റിന ഇൻപുട്ട്. ഇവിടെ ആൻറ്റിന കണക്ട് ചെയ്താൽ എല്ലാ റേഡിയോ സ്റ്റേഷൻസും കേൾക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ആൻറ്റിന കണക്ട് ചെയ്ത് കാണിക്കാം. ECBTEXൻ്റെ പ്രവർത്തനം ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ 12 വോൾട്ട് പവർ സപ്ലൈ ഇവിടെ കൊടുക്കുന്നു. ആംപ്ലിഫയറിൻ്റെ
ഔട്ട്പുട്ട് ഇവിടെയാണ്. സെൻട്രൽ പിന്നിൽ തൊടുമ്പോൾ നല്ലൊരു ഹിസിംഗ് സൗണ്ട് കേൾക്കണം. വോളിയം കൺട്രോൾ കൊടുത്തെങ്കിൽ മാത്രമേ ഇതുപോലൊരു ഹിസിംഗ് സൗണ്ട് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ സെൻട്രൽ പിന്നും ഗ്രൗണ്ട് കണക്ഷനുമായി ഒരു റെസിസ്റ്റൻസ് ഇട്ട് ഗ്രൗണ്ട് ചെയ്യണം. ഈ ഹിസിംഗ് സൗണ്ട് ഈ പ്രീ ആംപ്ലിഫയർ വഴി ഇവിടെ എത്തണം. ഇത് ബാലൻസ് മോഡുലേറ്ററാണ്. ബാലൻസ് മോഡുലേറ്ററിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഹിസിംഗ് സൗണ്ട് കിട്ടണം. ഇവിടെ കിട്ടിയ ഈ ഹിസിംഗ് സൗണ്ട് ബീറ്റ് ഫ്രീക്വൻസി ഔട്ട്പുട്ട് ഇവിടെ ഇൻജക്റ്റ് ചെയ്യുമ്പോൾ ഈ ആംപ്ലിഫയറിൻ്റെ ഈ കളക്ടറിലും ബേസിലും വരുന്നു. ബീറ്റ് ഫ്രീക്വൻസി ഔട്ട്പുട്ട് ഇൻജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഹിസിംഗ് സൗണ്ട് ഇവിടെ കളക്ടർ ബേസ് വഴി വരുന്നു. അതിനുശേഷം ക്രിസ്റ്റൽ ലാഡർ ഫിൽറ്റർ വഴി കടന്ന് ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ ഹിസിംഗ് സൗണ്ട് മാറ്റം വരുന്നു കാണാം. ഈ ഹിസിംഗ് സൗണ്ട് ഇവിടെ ഡയോഡ് റിംഗ് മിക്സറിൻ്റെ അവിടെ വരെ എത്തും. ഇവിടെ 2 ട്രാൻസ്ഫോമറാണുള്ളത്. അത് പാസ് ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ വേരിയബിൾ ഫ്രീക്വൻസി ഇൻജക്റ്റ് ചെയ്യണം. വേരിയബിൾ ഫ്രീക്വൻസി ഇൻജക്റ്റ് ചെയ്യുവാൻ ശേഷം ഇവിടെ C44 ആൻറ്റിന കൊടുക്കുകയാണെങ്കിൽ സിഗ്നൽ ലഭിക്കുന്നതാണ്. ഇത് 12 വോൾട്ട് അഡാപ്റ്ററിൽ നിന്നുമാണ് ഇപ്പോൾ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ആൻറ്റിന പോയിൻ്റ്. ആൻറ്റിന പോയിൻ്റ് തൊട്ട് നോക്കുമ്പോൾ ഹിസിംഗ് സൗണ്ട് വളരെ കൂടുതലുണ്ട്. ഇനി ആൻറ്റിന കണക്ട് ചെയ്യാം. ആൻറ്റിന കണക്ട് ചെയ്യുമ്പോൾ തന്നെ സ്പീക്കറിൽ നിന്നും വളരെ നല്ല ഓസിലേഷൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ റേഡിയോ വർക്ക് ചെയ്ത് തുടങ്ങി. ഇത് ഇവിടെ ഏതെങ്കിലും ശേഷം ഉണ്ടോ എന്ന് നോക്കാം. റേഡിയോ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റേഡിയോ വർക്ക് ചെയ്ത് തുടങ്ങി. ഏത് ഫ്രീക്വൻസിയിലാണെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് സ്റ്റെപ്പ് 10 ഹെർട്സ് ലെവലിൽ വയ്ക്കുക. മുമ്പോട്ട് പുറകോട്ട് തിരിച്ചു നോക്കുക. എവിടെയാണോ ക്ലിയറായിട്ട് കേൾക്കുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ഈ റേഡിയോ സ്റ്റേഷൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് 7088 7088 തന്നെ വയ്ക്കുക. അതിന് എന്നിട്ട് ബീറ്റ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. 7088 എത്തിയിട്ടുണ്ട്. ബീറ്റ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാനായി എൻകോഡർ ബട്ടൺ കുറച്ച് നേരം പ്രസ് ചെയ്ത് പിടിക്കുക. ബീറ്റ് ഫ്രീക്വൻസിയിലെത്തും. അതിൻ്റെ വാല്യൂ കുറച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ഔട്ടായി പോകുന്ന കേൾക്കാം. അപ്പോൾ അത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക. Thank you.
Roger, Harry, V2 Juliet X-Ray, splendid operation on a field day like that. You are in your site at Devanagar. It's a splendid operation, pushing only 1.5 to 2 watts on your dual man QRP radio. And you are fine and consistent copy to me. The Hyderabad station gives you 5759. QSO very over. ഇപ്രകാരം വളരെ ക്ഷമയോടുകൂടി ഇതിനെ ട്യൂൺ ചെയ്ത് എടുക്കണം. Thank you very much for checking in 73 and by. Mike Echo Sierra copy to stand by please. Mike ring all. Good evening, Achar. Come in, Jackson. Good evening, Rajan and all others on the frequency. I am also copying the Hari 59. Very good copy. And it's QRP. And you are coming 5 dB on in the last hour. And we are starting by 0 to Jackson or Tapale. Roger, Achar, you are also fine and 5 dB level clear. Thank you, Achar. They stand by please. And Lima Tango, Dr. Ratnam from Madurai. Good evening, Ratna. Come in, Jackson. You are fine and comfortable copy. You are also hot and sultry day. 35 degrees Charlie now. Thank you for checking on this evening 73 and 5. All Gulurumi, Arjun Brookhalikat. Good evening, Arjun. Come in, Jackson. ഇതിൻ്റെ ആക്ച്വൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 7088 ആണ്. ഇത്രയും ഫ്രീക്വൻസി മാറിയിരിക്കുന്നു. ഇതിനെ നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരണം. ആക്ച്വൽ ഫ്രീക്വൻസി എങ്ങനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം എന്നതും കാലിബ്രേഷൻ എങ്ങനെ ശരിയാക്കണമെന്നതും അടുത്ത വീഡിയോയിൽ പറയാം. Thank you for checking on this evening 73 and 5. Golf Oscar Quebec, Korean from Calicut. Good evening, Korean. Very hot and salty. At the moment, air temperature 36.4 degree. Charlie, 47% humidity. Otherwise, no traffic. Uniform Alpha. Uniform Golf Mike. Have a nice Tuesday. Over. Good evening, Raghendra from Trichy. You are also 5 dB, very consistent signal. And here also it is very hot and bright and even 34.6 degrees Charlie with 28% humidity. Very sultry. Thank you for taking 73. Bye bye. Charlie Romeo